ചില ആളുകളുടെ ഡെല്യൂഷൻ ഇറ്റ്സ് ടു സ്ട്രോങ്. കാരണം ഇന്റർ മിയാമിക്ക് PSG-ക്കെതിരെ 1% ചാൻസ് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ വരെ അതിനൊരു ഡെലൂഷൻ വേണം. Delusion? They are like me. ഞാൻ എൻ്റെ ക്രഷിന്റെ പിന്നാലെ നടന്നപ്പോൾ ഐ തോട്ട് എനിക്കൊരു 1% ചാൻസ് എങ്കിലും ഉണ്ട് എന്ന്. പിന്നീട് മനസ്സിലായത് ഐ ഹാഡ് 0 ചാൻസസ്. ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നിങ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മനുഷ്യരാണ്, കുറച്ച് വീക്ക്നെസ് ഒക്കെ ഉണ്ടാവും. വീക്ക്നെസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അണ്ണൻ what are you doing? 2 വർഷത്തേക്ക് എന്തോ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇയാൾ ക്യാമറന്റെ മുന്നിൽ ഒരു ഉളുപ്പില്ലാതെ പറയാ ഐ ബിലീവ് ഇൻ അൽ നാസേഴ്സ് പ്രൊജക്ട് എന്ന്. ഏത് പ്രൊജക്ട് ചെങ്ങായി? ഞാൻ ഈ എഡിറ്റ് ചെയ്യണ പ്രീമിയർ പ്രോത്തെ പ്രൊജക്ട് എന്തേലും ആണോ അത് ഇത്ര പെട്ടെന്ന് പുതിയൊരു ട്രസ്റ്റ് ഉണ്ടാവാന്? ഇയാൾ അവിടെ എത്തിയിട്ട് 3 സീസണായി. ഓരോ സീസണിന്റെ തുടക്കത്തിലുണ്ടാവും ന്യൂ അൽ നാസർ പ്രൊജക്ട്. അണ്ണന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കിഡ്ലൻ സ്ക്വാഡിനെ ബിൽഡ് ചെയ്യും, അൽ ഹിലാലിന്റെ എനർജിക്ക് മാച്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എവിടെ? ഇത്രയും കാലമായി നടന്നിട്ടില്ല. ലാസ്റ്റ് സീസണിന്റെ എൻഡില് ആള് ക്ലബ്ബ് വിടാന്നുള്ള ടൈപ്പ് ഹിൻസ് ഒക്കെ തന്നിട്ട് പെട്ടെന്നൊരു ട്രസ്റ്റും ബിലീവും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥമുള്ളൂ മണി. ആൾക്ക് ന്യൂ കോൺട്രാക്ട് നെഗോഷിയേഷൻസ് വഴി കിട്ടിയിട്ടുള്ള കോൺട്രാക്ട് ഡീറ്റെയിൽസ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. ബട്ട് ആ കണ്ട സംഭവം ഈസ് ക്രേസി. ഐ മീൻ ഗെറ്റ് ദാറ്റ് ബാക്ക്. പൈസ ഉണ്ടാക്കിക്കോ, നോ പ്രോബ്ലം. കാരണം ആളുടെ കരിയർ, ആളുടെ ബ്രാൻഡ് വാല്യൂ, ഇതെല്ലാം ആൾ എത്രയോ വർഷങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. അത് മാക്സിമം മൊണറ്റൈസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, അതൊക്കെ ആളുടെ ഇഷ്ടം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ബട്ട് അൽ നാസർ മാൻ, they pisses me off. CR7 ഫാൻസ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിട്ടോ. നിങ്ങൾ കുറച്ചെങ്കിലും സമാധാനത്തോടെ പിരിക്കാനുള്ള കാരണം എന്താ? ആ പോർച്ചുഗലിന്റെ ഒപ്പം കിട്ടിയ നേഷൻസ് ലീഗാ. ആള് വിൻ ചെയ്തപ്പോ, ആളൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനം വിൻ ചെയ്തപ്പോ മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയർ തന്നെ മാറി. പക്ഷെ അൽ നാസറിന്റെ അപ്പം അത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഐ ഡോണ്ട് ട്രസ്റ്റ് അൽ നാസർ. അതാണ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ. എക്സ്പെഷ്യലി അടുത്ത സീസണിൽ അവർക്ക് AFC ചാമ്പ്യൻസ് ലീഗോ അങ്ങനെയുള്ള മെയിൻ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറെ ഫണ്ട് ഇറക്കി പുതിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാനോ ടീമിന് ഇംപ്രൂവ് ചെയ്യാനോ ഉള്ള ചാൻസസ് ഒന്നും ഞാൻ കാണുന്നില്ല. ഇവരുഴപ്പും CR7 വീണ്ടും ട്രോഫിലെസ് ആയിട്ട് അടുത്തൊരു ക്ലബ് സീസൺ പോവും. അങ്ങനൊക്കെ തന്നെ ആവും ഇനി ഉണ്ടാവുക. കഴിഞ്ഞ സീസണിലൊക്കെ കണ്ട പോലെ. അതിന് പുറമെ ക്ലബിൽ കുറച്ചെങ്കിലും ഡീസെന്റ് ആയി കളിക്കുന്ന കുറെ പ്ലേയേഴ്സിനെ ഒഴിവാക്കണു, അല്ലെങ്കിൽ ആ പ്ലേയേഴ്സിന് ക്ലബിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയണു. ജോൺ ഡുറാനെ ലോണിൽ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഐ മീൻ ബ്രോ, പിന്നെ എന്ത് മാങ്ങക്ക 70 മില്യൺ എന്തോ കൊടുത്ത് നിങ്ങൾ ഓനെ സൈൻ ചെയ്തത്? ഐ മീൻ ഓനെ സൈൻ ചെയ്യാൻ പാടില്ലേനോ? ആവശ്യമുള്ള പൊസിഷനിൽ ഇഷ്ടം പോലെ ഒഴിവുണ്ടായിട്ടാണ് വീണ്ടും ഒരു സ്ട്രൈക്കറൊക്കെ സൈൻ ചെയ്ത് എരപ്പാക്കിയത്. ബേസിക്കലി ആ ഒരു ക്ലബ്ബ് നന്നാവുന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല. ബട്ട് അണ്ണന്റെ കേസില് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് പൈസെങ്കിൽ പൈസ അതെങ്കിലും ഉണ്ടാക്കിക്കോ. ഇനി നമുക്ക് ക്ലബ് വേൾഡ് കപ്പിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് മാച്ച് ഇന്റർ മിയാമി വേഴ്സസ് PSG മാച്ചിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക. ആദ്യത്തെ ഒരു കാര്യം, ഞാൻ ക്ലബ് വേൾഡ് കപ്പിലെ ഒരു മാച്ച് പോലും മര്യാദക്ക് ഇരുന്ന് കണ്ടില്ല. ഓക്കെ, ഐ കാൻ ബി ബോതേഡ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. ബട്ട് ഇന്റർ മിയാമി വേഴ്സസ് PSG പേരിനെങ്കിലും കുറച്ച് ഫൺ ഫാക്ട്സ് ഉള്ള ഒരു മാച്ചപ്പ് ആയതുകൊണ്ട് ഞാൻ കാണാന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ്. 4-0. ആൻഡ് ഞാൻ അപ്പം തന്നെ മാച്ച് കാണൽ നിർത്തി. മെസ്സിനെയും ഇന്റർ മിയാമിനെയൊക്കെ ട്രോളാൻ അത്രയും താല്പര്യമുള്ള ഒരാളായിട്ട് പോലും ഞാൻ ഉള്ളീന്ന് പറഞ്ഞു സ്റ്റോപ്പ് ദ ഗെയിം, ഫസ്റ്റ് ഹാഫ് തന്നെ നിർത്തിക്കോളി. ഞാൻ ബുള്ളിങ്ങിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല. അതൊക്കെ അത്രേ ഉള്ളൂ. ഹോണസ്റ്റ്ലി 4-0 ഈസ് നോട്ട് ഈവൻ ദാറ്റ് ബാഡ്. PSG ഇന്റർ മിലാനെതിരെ UCL-ന്റെ ഫൈനൽ 5 അടിച്ചതാ. ഈ ഒരു റിസൾട്ടിലൊന്നും മെസ്സിനെ കുറെ കുറ്റം പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം വാട്ട് ക്യാൻ മെസ്സി ഡു? ബട്ട് മെസ്സിനെ കുറ്റം പറയണ്ട, അല്ലെങ്കിൽ മെസ്സിക്കും കൂടെ ഒരു ബ്ലെയിം ഉള്ള ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇന്റർ മിയാമി എന്നുള്ള ഒരു ക്ലബ്ബ് കൂടുതൽ ഗ്രാൻഡ് പാസിനെ കൊടുന്നതാ. ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ബാക്കിയുള്ള കുടുംബക്കാരും ഒക്കെ ഇന്റർ മിയാമിയിലാണ് കളിക്കുന്നുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒരു ബെറ്റർ ടീം ഗെയിം ഇന്റർ മിയാമിക്ക് കളിക്കാനുള്ള എന്താ ഞാൻ ഉദ്ദേശിച്ചത്, ചുരുക്കി പറഞ്ഞ വയ്യാത്ത കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് ആ ടീമിൽ. ഓക്കെ, ഓരൊഴിവാക്കിയിട്ട് അതിന് പറ്റിയ റീപ്ലേസ്മെന്റ് കൊണ്ടുവരിക. ആൻഡ് ഓഫ് കോഴ്സ് ആ ഡിഫൻസിലും കുറച്ച് ബെറ്റർ ഓപ്ഷൻസിനെ കൊണ്ടുവരണം. അങ്ങനെയൊക്കെ ചെയ്താൽ മേ ബി കുറച്ചും കൂടെ ഇന്റർ മിയാമിന്റെ കളി കാണാൻ രസം ഉണ്ടാവും. മെസ്സി എന്നുള്ള ഫാക്ടർ മാറ്റി നിർത്തിയാലും. അത്രക്കുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ബയൺ മ്യൂണിക്കും എത്ര ഗോളിന് ആരോ തോൽപ്പിച്ചിട്ടുണ്ട്, ഫ്ലമംഗോനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഡോണ്ട് കെയർ മാൻ. ബൈ.